വയനാട് ദുരന്തത്തിൽ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു. മന്ത്രിമാരുൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സർവമത പ്രാർത്ഥനയോടുകൂടിയായിരുന്നു സംസ്കാരം. 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും സംസ്കരിച്ചു. വിറങ്ങലിച്ചു കിടക്കുമ്പോൾ പേര് ചൊല്ലി വിളിക്കാൻ അവർ ആരെന്നു പോലും അറിയുന്നില്ല. ഒരേ ദിവസം മലവെള്ളം വിഴുങ്ങിയവരാണ് ഇവരെല്ലാം. ചിലർ മണ്ണിലേക്ക് ആണ്ടുപോയവർ, മറ്റു ചിലർ പുഴയിൽ മരവിച്ചു കിടന്നവർ, ചിലർ ചിന്നിച്ചിതറിയ കഷണങ്ങൾ മാത്രം. ഒടുവിൽ ഒരേ മണ്ണിലേക്ക് ഒരുമിച്ച് അവർ പോയി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാതെ പോയവരെ പുത്തുമലയിലടക്കി. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ 64 സെന്റ് ഭൂമിയിലാണ് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ അടക്കിയത്. ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയായിരുന്നു പുത്തുമലയിൽ. ആദ്യം 16 മൃതദേഹങ്ങൾ എത്തി. പിന്നെ ആംബുലൻസിൽ വീണ്ടും 15 മൃതദേഹങ്ങൾ കൂടി. പിന്നെ 138 ശരീരഭാഗങ്ങൾ. സ്വപ്നം വിതച്ച മണ്ണ് ജീവൻ മൂടിയതറിയാതെ നിരനിരയായി മൃതദേഹങ്ങൾ കിടന്നു. യാത്ര അയക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെ വൻ ജനാവലി. വെള്ളപുതച്ച ശരീരങ്ങൾ ആരെന്നു പോലും അറിയില്ല. പലരുടെയും ഉറ്റവർ അരികിലുണ്ടായിരുന്നു. പക്ഷേ അവർ ആരാണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത ഹൃദയം നീറുന്ന കാഴ്ച. ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ അവർ സർവമത പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി. പിന്നെ ഒരുമിച്ച് കുഴിമാടത്തിലേക്ക്. ഉറ്റവർ പിന്നീട് തെരഞ്ഞു വന്നാൽ തിരിച്ചറിയാനായി ഓരോ കുഴിമാടത്തിലും DNA സാമ്പിളുകൾ അടയാളം. വയനാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത നോവുന്ന കാഴ്ച. ഒരിക്കൽ പ്രകൃതി ദുരന്തത്തിന് ഇരയായതാണ് പുത്തുമല. വീണ്ടും ഒരിക്കൽ കൂടി അതേ ദുരന്തത്തിന് ഇരകളായവരെ ആ നാട് ഏറ്റുവാങ്ങി. അതിജീവനത്തിന്റെ പൂക്കൾ വിരിഞ്ഞ പുത്തുമല വീണ്ടും ശ്മശാന ഭൂമിയായി. ഒരേ മണ്ണിലേക്ക് ഒരുമിച്ച് അവർ മടങ്ങി. ഓരോ കുഴികളിലേക്ക് അവരെ കിടത്തി. സങ്കടത്തിന്റെ മണ്ണുമൂടി ഒരു ജനതയുടെ അവസാന യാത്ര. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.